ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അണിഞ്ഞൊരുങ്ങി നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും, ഏട്ടന്റെ കസിന്റെ കല്യാണം, അച്ഛന്റെ മരുമോന്റെ മോളെ കല്യാണമാണ്. അപ്പൊ എല്ലാരും കൂടെ അതിന് പോവാൻ റെഡി ആയിട്ട് ഞാൻ എന്താ വാതിലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങുവന്ന്. നിച്ചൂട്ടി റെഡി ആയിട്ടുണ്ട്. നിച്ചൂട്ടി ഇതാ ഹലോ ഹായ് പറ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. നിച്ചുക്കണ്ണാ പോവാ, റെഡിയായാ? ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. കല്യാണം കുറച്ച് അടുത്ത് തന്നെയാണ്, മാങ്ങാട്ട് എക്സോട്ടിക്ക കൺവെൻഷൻ സെന്ററിലാണ്. അപ്പൊ അച്ഛനും അമ്മയും രാവിലെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അവര് രാവിലെ ഇറങ്ങാൻ നേരത്തെ അനുഗ്രഹം അരി ഇടണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങി. ഇപ്പൊ പോകുന്ന വഴിക്ക് അവരെയും കൂട്ടിയിട്ട് അങ്ങനെ കൺവെൻഷൻ സെന്ററിലേക്ക് പോകും. അപ്പൊ നിച്ചൂട്ടിന്റെ അന്നത്തെ പിങ്ക് ഉടുപ്പാണ് വാവിട്ടിട്ടുള്ളത്. എന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഒരു ഒരു കൊല്ലം മുന്നേ കഴിഞ്ഞ വർഷം ഒരു അവാർഡ് ഫംഗ്ഷന് പോകുമ്പോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ആ ഒരു ഡ്രസ്സാണ്. ഞാൻ ഏട്ടനെ ആനിവേഴ്സറിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഷർട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഏട്ടൻ ബ്ലാക്കിൽ നിന്നൊരു മോചനം നേടിയിട്ടുണ്ട് അല്ലേ കണ്ണാ? അമ്മേന്റെ സാരി ഞാൻ കാണിച്ചു തരേ. അമ്മ റെഡിയായാ? നമ്മളന്ന് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ കൊറേ ആള് ഗസ് ചെയ്തിന് ബ്ലൂ സാരി ആയിരിക്കും അമ്മ എടുത്തിട്ടുണ്ടാവുക. ബ്ലൂ സാരി തന്നെ അമ്മ എടുത്തേ. വിട്ടോ ഇറങ്ങിക്കാന്നാല്. അങ്ങനെ അച്ഛനും അമ്മയും പോവാൻ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അമ്മേന്റെ സാരി ഇടയ്ക്ക് ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ അടിക്കോട്ടെ. ഇതിപ്പോ വെയിലടിക്കുന്നതുകൊണ്ട് ഈ ഒരു കളറായിട്ട് കാണുന്നത്. എല്ലാത്തപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. നല്ല രസം ഉണ്ടായിനി. അമ്മക്ക് ഇല്ലാത്തൊരു പാറ്റേൺ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായി. അച്ഛനും അമ്മമ്മയും കാത്ത് നിൽക്കുന്നുണ്ട് നമ്മളാ. ഇതാ അങ്ങനെ ഫൈനലി നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റോഡ് പണി കാരണം ഇപ്പം അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. ഇങ്ങനെ വളഞ്ഞ് യൂട്ടേണൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. പണ്ടൊരിക്കൽ അമ്മേൻ്റെ ഒരു ടീച്ചറെ മോളെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് നല്ല കുറച്ച് നമ്മളെ വലിയൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന, അവാർഡ് ഫംഗ്ഷനൊക്കെ നടത്തുന്ന പോലത്തെ സെറ്റപ്പിലുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ നല്ല രസം അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കല്യാണം എന്നുള്ളത്. അപ്പോൾ ഹരിത റെമിൽ എന്നാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്. ചെക്കൻ പോലീസ്, ആട്ടാ പോലീസ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലാണ് ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ലിഫ്റ്റ് കയറിയിട്ടുള്ള പ്രൊസസ്സറാണ് കേട്ടോ ഇത്. അപ്പോൾ കയറുമ്പോൾ തന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് എല്ലാം കാണാൻ നല്ല രസമാണ്. ഇൻറ്റീരിയർ ചെയ്തതെല്ലാം ആ ഒരു കളറും അതുപോലെ തന്നെ റൂഫെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ ആരും വന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ അമ്മയും അച്ഛനെയും ആടുന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവർ ബസ് പുറപ്പെടുമ്പം തന്നെയാണ് നമ്മൾ അവരെ പിക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ആ ബസ് എത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് കാലിയായിരുന്നു. കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പോയ ഉടനെ തന്നെ അതിലേക്കൂടെ എല്ലാം നടന്ന് കണ്ട് നിച്ചുട്ടിക്ക് കളിക്കാനെല്ലാം കുറേ സമയം ഉണ്ടായിരുന്നു. എല്ലാവരും വരുന്നതിന് മുന്നേ ഓഡിറ്റോറിയം ഇങ്ങനെ ഫുള്ള് കാലിയാണ്. ഫ്രണ്ട് റോയിൽ മാത്രം കുറച്ച് ആൾക്കാർ മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാറിൽ വന്ന ആൾക്കാർ മാത്രം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. വല്യമ്മയും 2 വല്യമ്മമാരും വല്യമ്മയുടെ മക്കളും അങ്ങനെ ഒക്കെ ബന്ധുക്കൾ തന്നെയാണ്. അവൻ നിച്ചൂട്ടി അവരോടെല്ലാം നല്ലോണം വർത്താനെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഫുള്ള് ഓടിക്കളിയായിരുന്നു. കുറേ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ പോകുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇരിക്കുന്നേ ഇല്ല, സീറ്റിൽ ഇരിക്കുന്നേ ഉണ്ടായിട്ടാണ്. ഫുള്ള് ഓടിക്കളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ ഇട്ടത്. പക്ഷേ നിച്ചൂട്ടി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നേ ഇല്ല, അടങ്ങി നിൽക്കുന്നില്ല, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിച്ചൂട്ടീൻ്റെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ എടുത്തു. പിന്നെ ഞാനും ഏട്ടനും കൂടെ കുറച്ച് സെൽഫി എല്ലാം എടുത്ത് അങ്ങനെ കളിച്ച്. പിന്നെ നിച്ചു സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിച്ചുവിനെയും കൊണ്ട് സ്റ്റേജിൽ കയറിയതാണ്. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ അടുത്ത് പോകുമ്പോൾ ഞാൻ പിന്നെ വേഗം ഇറങ്ങാൻ പറഞ്ഞു അച്ഛനോടെന്ന് വെച്ചാൽ ആ പൂവെല്ലാം പറിച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് വേഗം ഇറങ്ങി താഴേക്ക്. പിന്നെ നമ്മളവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം ഉണ്ട് അത്രേ എന്നും ചെക്കനും പെണ്ണെല്ലാം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ
കല്യാണ ചെക്കൻ വന്നു. ചെക്കനെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറ്റി ഇരുത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കണ്ണൂരുള്ള ചടങ്ങാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. കല്യാണ ചെക്കനെ പെണ്ണിൻ്റെ ആങ്ങളെയാണ് കേട്ടോ സ്വീകരിച്ചിട്ട് അകത്തേക്ക് കയറ്റി ഇരുത്തുക. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വ്യത്യസ്ത ചടങ്ങാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഭാഗത്തുള്ള ബസ്സൊക്കെ വന്നു എന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓഡിറ്റോറിയം എല്ലാം അങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെണ്ണും ഇറങ്ങേണ്ട സമയമായി. പെണ്ണും ഓഡിറ്റോറിയത്തിനകത്തേക്ക് മണ്ഡപത്തിലേക്ക് വരികയാണ്. പിന്നെ രണ്ടാളും കൂടെ സ്റ്റേജിൽ മണ്ഡപത്തിൽ കയറിയിട്ട് ആസ് യൂഷ്വൽ എല്ലാ ചടങ്ങുകളും ഇനി അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവർ കല്യാണം നമ്മളെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓരോ കിഴക്ക് വടക്ക് തെക്ക് അങ്ങനത്തെ സംഭവങ്ങളെ നോക്കിയിട്ടാണല്ലോ ചെക്കനും പെണ്ണും ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നമുക്കിങ്ങനെ ബാക്കാന്ന് കാണാൻ പറ്റിയേ. കല്യാണം ചടങ്ങൊന്നും അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് നോക്കി നിന്നാലും ഫുള്ള് ക്യാമറയായിട്ട് നമുക്ക് കാണാൻ പറ്റുമൊന്നുമില്ല. അത് വേറെ കാര്യം. ഇത് പിന്നെ ചെക്കനും പെണ്ണിൻ്റെ ബാക്ക് ആയതുകൊണ്ട് ക്യാമറമാനൊക്കെ സൈഡിലായിരുന്നു. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇരിക്കാമല്ലോ കുറേ നേരത്തേക്ക്. അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ച് കല്യാണമെല്ലാം കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല തിരക്കാവും. നിച്ചൂട്ടി ഉള്ളതുകൊണ്ട് മോളെയും കൊണ്ട് ആ തിരക്കിനിടക്ക് അങ്ങനെ ഗുസ്തി കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ നാളായി നല്ലൊരു സദ്യ കഴിച്ചിട്ട്. കല്യാണത്തിന് പോയിട്ട് തന്നെ കുറേ നാളായി. പിന്നെ സദ്യേൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് നല്ലൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അത് നല്ല സദ്യ തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികളും എല്ലാം അടിപൊളിയായിരുന്നു. 2 കൂട്ടം പായസവും എല്ലാം ഉണ്ടായിരുന്നു. പ്രഥമനും അതുപോലെ തന്നെ പാൽപ്പായസവും ഉണ്ടായിനി. നല്ല അടിപൊളി സദ്യ കഴിച്ചു വന്നിട്ട്. സദ്യയിൽ എൻ്റെ ഫേവറേറ്റ് കൂട്ടുകറി ഉണ്ടല്ലോ, ഈ കടലയും ചേനയും കായെല്ലാം ഇട്ട് നമ്മൾ കൂട്ടുകറി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. അതാണ് എൻ്റെ ഫേവറേറ്റ് സദ്യേൻ്റെ കാര്യത്തിൽ. പിന്നെ പച്ചടിയും അവിയലും അതും കുഴപ്പമില്ല, ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും ഫേവറേറ്റ് കൂട്ടുകറിയാണ്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിനകത്തേക്ക് തന്നെ കയറിയിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ എല്ലാ തിരക്കിലാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തിരക്കെല്ലാം കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിട്ട് നമ്മളവിടെ കാത്തുനിൽക്കുകയാണ്. പിന്നെ കുറേ ബന്ധുക്കളെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഒരു റീയൂണിയൻ പോലെയല്ലേ ഇങ്ങനത്തെ കല്യാണമെല്ലാം. എല്ലാവർക്കും ബന്ധുക്കളെല്ലാം കാണാൻ പറ്റിയ സമയമല്ലേ. അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് നമ്മളൊരു ചേച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചേച്ചീൻ്റെ മോളും അവരോടെല്ലാം കണ്ട് കുറേ വർത്താനെല്ലാം പറഞ്ഞ്. നിച്ചൂട്ടി ഇവരെല്ലാം കുറേ ആളെല്ലാം കാണുന്നത് മിക്കവാറും ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു ഫാമിലി ഫംഗ്ഷൻ നടന്നിട്ട് കുറേ ആയി. അതുകൊണ്ട് മോളെ അവരെല്ലാം ആദ്യമായിട്ട് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിനി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. എല്ലാവരെയും കണ്ടിട്ട് നല്ല രസമുണ്ടായിനി. പിന്നെ നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. ഫോട്ടോ എടുക്കുന്നത് വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല കേട്ടോ. അവിടെ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെയുള്ള ഫോട്ടോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. വേറെ ആളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതല്ലേ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയെല്ലാം പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒഫീഷ്യലി രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അവർക്ക് എല്ലാ മംഗളാശംസകളും നേരെയാണ്. നിങ്ങളുടെ വകയിലെ പ്രാർത്ഥനയും കൂടെ അറിയിക്കുക കേട്ടോ എല്ലാവരും. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് നിച്ചൂട്ടി ഉറങ്ങിപ്പോയി. നിച്ചൂട്ടി ഉറങ്ങേണ്ട സമയമെല്ലാം കഴിഞ്ഞിനല്ലോ. അതുകൊണ്ട് ഒരു 2 മണി ആ സമയമാകുമ്പോഴേക്ക് നിച്ചൂട്ടി ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ അവരുടെ ബസ് വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ടാണല്ലോ പോയത്. അപ്പം നമ്മൾ വണ്ടിയിൽ തന്നെ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് നേരെ പോവുകയാണ്. കൊയ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ചെക്കൻ്റെ വീട്. ചെക്കൻ്റെ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ വേഗം എത്തി. നമ്മളെ വണ്ടിയിലായതുകൊണ്ട്. പിന്നെ എന്നാലും നമ്മളെ കുറച്ച് ബന്ധുക്കളും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വർത്താനെല്ലാം പറഞ്ഞു നിന്ന് ചെക്കനും പെണ്ണിനും വമ്പം വരവേൽപ്പൊക്കെ ആയിരുന്നു അവിടെ. അത് കാണാൻ
അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് ആദ്യമായിട്ട് വലതുകാല് വെച്ചിട്ട് ചെക്കൻ്റെ വീട്ടിനകത്തേക്ക് കയറുകയാണ്. ഇതൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് അല്ലേ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ. അവരുടെ കല്യാണ ദിവസം, പെൺകുട്ടികളുടേതെന്നല്ല ആൺകുട്ടികളായാലും അവരുടെ കല്യാണ ദിവസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫീലുള്ള മൊമെൻ്റാണ്. പെൺപിള്ളേരെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് കയറിപ്പോന്നു, നമ്മൾ ഇത്രയും നാളും പരിചയമില്ലാത്ത ഒരു തീരെ അറിവില്ലാത്ത പരിചയമില്ലാത്ത സ്ഥലം, ആൾക്കാർ, അങ്ങനെ കുറേ എക്സ്ട്രാ കാര്യങ്ങളുണ്ടല്ലോ പെൺകുട്ടികളുടെ കാര്യത്തിൽ. അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക, അത് പിന്നെ സ്വന്തം വീടായിട്ട് ഇനി ജീവിതകാലം മുഴുവൻ അവിടെ ജീവിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലല്ലേ. അപ്പോൾ അങ്ങനെ പെൺകുട്ടി വലതുകാലം വെച്ചിട്ട് കയറുകയാണ്. എനിക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. എൻ്റെ കല്യാണത്തിന് എന്നല്ല ആരെ കല്യാണത്തിനായാലും ഈ വിളക്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈശ്വര നല്ല രീതിയിൽ കയറണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തെല്ലാം അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട്, അമ്മ വേഗം വിളക്ക് എന്നോട് അകത്ത് കയറി ഉടനെ മേണിക്കണേന്നെല്ലാം പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് കുറേ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്തെല്ലോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി ചെക്കനി പെണ്ണിൻ്റെ റൂമെല്ലാം കണ്ട് വീടെല്ലാം കണ്ടിട്ട് അവരോട് വർത്താനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഫൈനലി കല്യാണമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇതാ കുളി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എന്തായാലും എൻഡ് ചെയ്യാന്ന്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കല്യാണം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കൂടിയ ഒരു കല്യാണം. ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നല്ലോണം ടയേർഡായി, രാവിലെ പോയിട്ട് വൈകുന്നേരം എൻഗേജ്ഡ് ആയല്ലോ. മോളും അങ്ങനെ തന്നെ. നിച്ചൂട്ടി ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഒരു കല്യാണത്തിന് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് മോളെ കുളിപ്പിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.